പേരക്കിടാവ് ടൂറൊക്കെ പോകുന്നുണ്ട്. വലിയ ബജറ്റ് ഇത് ഞങ്ങൾ കാര്യമില്ല. പിന്നെ ചുടുവിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ എപ്പ ഇങ്ങനെ വന്ന് കാവലിടക്കലാണല്ലോ. ഒരുപാട് സാധനം തന്നു വിട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കാവില ഉണക്കച്ചിമ്മിൻ ചാക്കൊക്കെ എടുത്തിട്ടുള്ളൊരു പോക്കാട്ടാ. അപ്പൊ ഇതിന്റെ ആളിതാ ഇവിടെ വന്നിങ്ങനെ നിക്കുന്നുണ്ട്. വിന്റേജ് തന്നെ വന്ന് നിക്കുന്നു. ഞാൻ വെച്ച് മുഞ്ചനാണെന്ന് തലയെക്കെട്ടൊക്കെ കെട്ടിട്ട് നിക്കുന്നുണ്ടല്ലോ ഇവിടെ. ആ വിളി വന്നത് ചെമ്മീനും കൊണ്ട് ഇതാ വന്നിട്ടുണ്ട്. വിളി വന്നിട്ടുണ്ട്. ചെമ്മീൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ചാക്കി കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആ നന്നായുള്ളു, നന്നായിരിക്കും. ആയിക്കോട്ടെ എന്നാ പിന്നെ ഓക്കെ, ഞാൻ പോട്ടെ. നല്ല രസമുണ്ട് സന്ധ്യക്ക് കാണാൻ. എന്നാ പോകാം. പോണ് പൊക്കിക്കൊണ്ടു പോകുന്ന. അപ്പൊ ഇവിടെ മേത്ത് വിന്റേജിയുടെ അഭിപ്രായം കേട്ടിരിക്കുന്ന അടിപൊളി ഡാൻസ്. ഇനി ഒരു ദിവസം വിന്റേജിനെ കൂടി ഡാൻസ് അല്ലേ? അങ്ങനെ അങ്ങനെ ആക്കാന്ന്. എങ്ങനെ എങ്ങനെ വലു അങ്ങനെ ഇങ്ങനെ. മറ്റേ ചെളി ഭയങ്കര വീഡിയോ ആയിരുന്നു വീട്ടില്. അതെ നമ്മൊരു മത്തി പച്ചമുളക് കാണാൻ എന്തായാലും വരട്ടെ. പിന്നെ അത് മാങ്ങവരി ചളി കൊറേ ആയി പറയുന്നു. എല്ലാരും പറയും ഇന്റമ്മ എന്താ കാണാത്ത ദേഷ്യമാണോ? നേരമില്ല, അതാണ് വ്ളോഗ് ചെയ്യാൻ നേരമില്ല. അതാണ് എന്താണ് വിന്തമ്മ എന്താ വീഡിയോയില് വരാഞ്ഞേ? കൊറേ ആയാലും വിന്തമ്മനെ കാണാത്ത. അതന്നെ ഞാനും വിന്റേജിനെ കാണിച്ചിട്ട് പറയാം. ഞാനെന്ന് വിചാരിച്ചു ചെമ്മീനും കൊണ്ട് വരുമ്പോ വിന്റേജിനൊന്ന് കാണിക്കാം. ആയിക്കോട്ടെ, ഞാനും പറഞ്ഞു വരുന്നുണ്ട്. ചിലപ്പോ ഞാൻ ഓർമ്മയില്ല, ഇങ്ങോട്ട് എത്തിയാണ് ഓർമ്മ വന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ അമ്മ ആൾക്കാർക്ക് എന്തല്ലേ. എന്നാ പിന്നെ ഓക്കെ, ഞങ്ങൾ പോന്നേ. അതെ ഇപ്പൊ പോയണത് മഴക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ പലരും തുടങ്ങിയില്ല. അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ ഇനി ഉണക്കലുണ്ടാവൂല. അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയല്ല, ഉണക്കൂലെല്ലാരും ഉണ്ടാവും. ഉണ്ടാകാണ്ടിക്കൂലൊക്കെ. എന്നാ പോട്ടെ, നമ്മക്ക് നിങ്ങള് തന്നെയല്ലേ. അതന്നെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക്. വലയിട്ടിന് ഒരുപാട് എന്നാലേ നമ്മളെ ചക്കന ഉണ്ടെങ്കിലേ നമ്മക്ക് ഉണ്ടാവുള്ളൂ. കിട്ടട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടട്ട് കുട്ടികളാണ്. എന്നാ പോട്ടെ ഞങ്ങള്. ശരി എന്നാ. അതന്നെ പോവൂല്ലേ? ആ പോവാണ്. ഓക്കെ ടാറ്റ. അതവിടെ നിന്ന് അതിന് അമ്പോ ഇതാണെന്ന് ഈ കുഴി കൂടി തന്നെ എടുക്കണം അല്ലേ. ഇതാണ് നിങ്ങൾ ആണുങ്ങൾ ഓടിക്കുന്ന വണ്ടിക്കും പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടിക്കും തമ്മിൽ വ്യത്യാസം. ഞങ്ങൾ കുഴിയെല്ലാം കളഞ്ഞിട്ടെടുക്കും. നിങ്ങളിങ്ങനെ കുഴി കൊണ്ടുവന്ന് ടപ്പ് എന്ന് പറഞ്ഞിടും. മഴയത്താവോ നമ്മളിതാ കാർമേഘമൊക്കെ നല്ല ഇരുട്ട് കൂടിയിരിക്കുന്നുണ്ട്. ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. എന്നാ പിന്നെ പെട്ട്. ഇവര് എവിടെ ഇല്ല കേട്ടാ. ഇവര് മക്കളെയും കൊണ്ട് കണ്ണൂർ സ്കേറ്റിങ്ങിന് പോയിട്ടുള്ളേ. അമ്മ അച്ഛനെല്ലാം ഉണ്ടാവും. ഒന്ന് സോപ്പിട്ട് പിടിച്ചു നോക്കട്ടെ. നന്ദി തീർന്നു പോകുന്നുണ്ട്. അയ്യപ്പേ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നോന്ന് അല്ലേന്ന്. സോപ്പിട്ട് പിടിക്കട്ടെ. മാ വല്ലതും തരണേ. ഇവിടുന്ന് പോക്കില്ല ദൈവമേ. ഏത് നേരം ആഹാ വിളക്കൊക്കെ വെച്ചേക്കണ്ട അമ്മ. തുറന്ന് എന്നാ പാട്ടെല്ലാം വെച്ചിട്ടുണ്ടല്ലോ. ഭക്തിഗാനോ അമ്മേ? ഭക്തിഗാനാണോ? എന്റെ പൊന്നെ ഭക്തിഗാനം പാടുന്നോക്കിയ. ആ പിന്നെ വിന്റേജിനെ കണ്ടിട്ടാണ് ഇപ്പം വന്നത് ഇങ്ങോട്ട്. ചെമ്മീൻ കൊടുത്ത്. അയ്യോ ഹെൽമെറ്റിന്റെ ഉള്ളിൽ കൂടി ഊരി എടുക്കണണ്ട. അതാണ് ഞാൻ. ആ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല ഐശ്വര്യമായിട്ട് സന്ധ്യാദീപം തള്ളാന്ന് കണ്ട കിട്ടുന്ന നമ്മളെ അമ്മേനെ തള്ളാന്ന്. ഇനി എന്ത് വേണം? പഴംപൊരിയും കട്ടൻ ചായ തരട്ടേന്ന്. എന്ത് ചോദ്യം അമ്മ തരട്ടല്ലേ. അയ്യപ്പേ കാര്യം അവതരിപ്പിച്ചാലോ പേരക്കിടാവ് ടൂറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് വന്നതാന്ന്. പേരക്കിടാവ് ടൂറൊക്കെ പോകുന്നുണ്ട്. വലിയ ബജറ്റാ. അത് പിന്നെ അത് വന്ന് പേരക്കിടാവ് ടൂറെല്ലാം പോകുന്നുണ്ട്. ആണെങ്കിൽ പഴംപൊരി കരിഞ്ഞ പഴംപൊരി എനിക്ക് ഇഷ്ടം കേട്ടോ. നന്ദുവിനാണെങ്കിലേ കോമഡി അതല്ല. നന്ദുവിന് പിന്നെ പൈസ ആയോ സെറ്റ് ആയോ അമ്മേ? 2000 ആണ് ഇത് കൊടുക്കേണ്ടത്.
2000 പൈസ കൊടുക്കണ്ടത് ചായ ഉണ്ടാക്കാൻ വെച്ചാ. അപ്പൊ നന്ദുവിന് ടെൻഷൻ, അമ്മ അമ്മ പൈസ 2000 കൊടുക്കാൻ ഉണ്ടാമേ. ഞാൻ മോനെ സെറ്റാക്കാൻ നമുക്ക് മേടിക്കണ്ടോ. അപ്പം ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നേരം വിളിച്ചപ്പോ ചിന്തിച്ച് കിടക്കുന്നു, പൈസ ആയാമേ സെറ്റായ. ഞാൻ പറഞ്ഞ ആയി, അതിനായിട്ട് വാ. നമുക്ക് വേണ്ട, അതിനോട്ടാ മതി. ഓക്കെ, മാന്തക്കറിയാ? മാന്ത പിന്നെന്നാ ചോറ്. സ്പെഷ്യലൊന്നുമില്ല. അത് പിന്നെ പേരൊക്കെ ഉണ്ട്. അത് ഗ്രീൻ പീസ് കറി, പേരക്ക. ശേ, നമുക്ക് പറ്റിയൊന്നുമില്ലല്ലോ. ഇതെന്തുവാ? ഇതെന്തമ്മ? എനിക്ക് ബേസം മേടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. കൊണ്ടാ ബേസം കൊണ്ടാ, അടിപൊളി. ആഹാ, വലുതായി പോയല്ലേ? ആണോ? പുട്ടൊടിയൊക്കെ കുഴക്കാൻ നല്ലല്ലേ? എത്ര പൈസ മീന്? ഇതാണെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേണ്ടെങ്കിൽ എടുക്കണ്ടാണ്. ഫ്രീ ആയിട്ടൊന്നും കിട്ടൂല, പണം കൊടുക്കേണ്ടി വരും ഞാനിതിന്. ഫ്രീ ആയിട്ട് തരാമോട് മരുമ പറഞ്ഞ ഇത് ഞങ്ങൾ കാര്യൂല, അതും തരൂല. ഇങ്ങനെ വച്ചേക്കുന്നില്ലേ? അച്ഛൻ തിന്നുമ്പല്ല ചേട്ടൻ തിന്നണ ആ ഒച്ച വരുന്നേ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പഴയതില്ലേ, പഴയ ഉരുളിന്റെ വലിപ്പമാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് വലിയ ബേസിനപ്പ, അതിനകത്തൊന്നും ഇല്ലല്ലോ കുഴക്കണത്. മാറ്റി മേടിക്കുന്ന അല്ല അങ്ങനല്ല പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ വന്നത് ഇതൊന്നല്ല കേട്ടാ. ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ നന്ദുവിന് ഊട്ടിയിലേക്കാണ് ടൂർ പോകുന്നത്. അപ്പോൾ തണുപ്പുണ്ടാവില്ല. അപ്പൊ ചേട്ടൻ എനിക്ക് ഇന്നലെ വിളിച്ചു പറഞ്ഞ് ഇവിടെ ഉണ്ട്, മറ്റിവിടെയൊക്കെ പോയാ എവിടെയാണ് പോയത്? കുളുമണാലിലൊക്കെ പോയ ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ അതിനായിട്ട് മേടിക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ് കേട്ടാ. പിന്നെ ചുളുവിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ. അപ്പൊ ഇതെന്താണ്? അയ്യോ ഓടി വാ, ഇത് റിസ്ക് ആണ്. ഇത് വാ, പെട്ടിയല്ലേ ഇവിടെയാണ്, ഇതിന്റെ ഉള്ളിലാണ്, കട്ടിലിന്റെ അടിയിലാണ് ഇതുള്ളത്. വിട്ടാ ഇത് വിടട്ടെ, ഇത് വിട്ടെ. ആ ഞാൻ എടുത്തേ, പിടിച്ചോ. കിട്ടിയാ? ഏതാണ് ജാക്കറ്റ്? നന്ദൂന് വലുതുണ്ട്, ചേട്ടയുടെ ഏതോ ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടായിൻ്റെതാണ് കണക്കാവുകയെന്ന് പറഞ്ഞു. ആ ഇത് വേണ്ടില്ലേ ഇപ്പൊ? പാന്റ് പിന്നെ അത് മതിയില്ലേ? തൊപ്പി ഇതല്ലേ? ഇത് തൊപ്പി തന്നെയല്ലേ? അതിന്റെ തൊപ്പി മതിയല്ലേ? ഞാൻ പറഞ്ഞു ഇത് എടുത്തു നോക്കണ്ടേ. പിന്നെ ഇനി വേറെ മേടിക്കണം. എന്തിനാ മേടിക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. ഇത് കൊണ്ടടി വേറെ പിന്നെന്താണ്? ഇത് മടക്കേണ്ട തുണിയാണ്. ഞാനിപ്പോ അലക്കിയെടുക്കുന്ന എടുത്തോണ്ട് ഇട്ടതാ. ഓക്കെ, എല്ലാം മുട്ടുന്നുണ്ട്. എന്നാ പിന്നെ പോവാല്ലേ? നമുക്ക് പോവാ. ഇടി മുട്ടുന്നുണ്ട്. നമ്മ ചിലപ്പോ മഴയത്തായി പോവും. അപ്പൊ അതാ വന്ന സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങ പോവാൻ പോകുന്നട്ടാ. ടാറ്റ. അച്ഛൻ എവിടെയുള്ളേ? അച്ഛൻ ഇങ്ങോട്ട് കുടുംബം അടങ്ങാനായിട്ടില്ല. ഈ അച്ഛൻ്റെ ഒരു കാര്യം, കുട്ടികളൊന്നും സമയമായിട്ട് ഇങ്ങോട്ട് അടങ്ങിയിട്ടില്ല. ഫാദർ വിളി കേൾക്കുന്നുണ്ട്. അച്ഛോ ഞങ്ങ പോണ്. വന്നതോ കണ്ടില്ല, പോണതെങ്കും കാണട്ടെ. വന്നതോ അറിഞ്ഞില്ല, പോണതെങ്കും കാണട്ടെന്ന്. ചാക്ക് അത് വിന്തേച്ചിക്ക് ചെമ്മീൻ കൊടുത്ത്. കുടുംബടങ്ങാനായിട്ടില്ല, കാണുന്നില്ല ചാക്ക്. എൻ്റെ അമ്മോ, പാമ്പൊക്കെ ഉണ്ടാവട്ടെ ഈ ഇട്ടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണത്. വായോ ഞങ്ങ വെറുതെ വന്നത്, വേണ്ട ഞങ്ങക്ക് നിർബന്ധിക്കണ്ട. വേണ്ട അച്ചാച്ചന്റെ വകയും കൂടി ആയ ഞങ്ങള് ടൂർ ഏകദേശം സെറ്റായെന്ന്.
അച്ഛനല്ലേ പറഞ്ഞ ടൂർ പോകുമ്പോ ചെക്കൻ 1000 രൂപ കൊടുക്കുമെന്ന്. അച്ചാച്ചൻ വലിയ ഡയലോഗ് അടിച്ചല്ലോ. ചെക്കൻ ഇപ്പോഴാണ് ടൂർ പോണത് മറ്റന്നാള്. 2 ദിവസം എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. നാളെയാണ് മറ്റന്നാള്. വേണ്ടച്ച എനിക്ക് വേണ്ടച്ച, ഞാൻ വെറുതെ വന്നതാണ്. ഞാൻ വേണ്ട വെറുതെ വേണ്ട. കോട്ട് ആ കോട്ട് അമ്മ കോട്ട് എടുത്തിട്ടില്ല. എടുത്താ? അയ്യോ വന്ന സാധനം മറന്നു. അതിങ്ങ് എടുക്കമ്മേ. ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ വന്നല്ലേ. എന്തിനാ അപ്പൊ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു? അങ്ങനെയൊന്നും വേണ്ട. വേണ്ടമ്മേ വേണ്ട. ഇത് ചേട്ടൻ മറ്റേ ചേട്ട ജാക്കറ്റിൽ വെച്ചാ ഊട്ടിയിലാണ്. അച്ഛ ഇളമ്പക്ക കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഇവിടെ ഉണ്ട്, എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിട്ട് ഇപ്പൊ ആദ്യം ഇങ്ങോട്ട് കേറി വെക്കും. ബക്കറ്റിലാണുള്ളത്. ബക്കറ്റിൽ കൊണ്ടുപോയാൽ ശരിയാവൂല. വെള്ളം കളയണം. കാണുന്നില്ലല്ലോ. ആ ബക്ക കുറച്ച് വലിപ്പുണ്ടല്ലേ. വെള്ളം ഇതാക്കാനായിട്ട് ഇതില്ല അച്ഛാ, കൊട്ടയില്ല. കാണുന്നില്ല. നല്ല ഇളമ്പൊക്കെയാണ്. കുഴപ്പമില്ല, ഇത് എത്രയേ ഉള്ളൂ, എടുക്കാം. പാടൊന്നുമില്ലല്ലോ. അതിനകത്താക്കും. അപ്പൊ നാളത്തേക്ക് തണുത്ത കാറ്റിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ നമ്മള് ചതിക്കുമോ? അമ്മ അടിച്ചെണ്ണ വേണ്ടി എന്താ ഇത് തന്നെയാണ് ഇട്ടിപ്പോ നടക്കല്. അയ്യോ കാറ്റെല്ലാം അടിക്കുന്ന, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടാ. നോക്കിക്കൊച്ച, ഞങ്ങ പോട്ടെ. പകുതി ആവോ ഇപ്പ? പകുതിക്കാവോ? കാറ്റ് നല്ല സുഖമുണ്ട്. അപ്പം നാളെ ഇളമ്പക്ക. ഇനി ചേട്ടൊക്കെ നാളെ വരുന്നുണ്ടെങ്കിൽ എന്താന്ന് നോക്കിയിട്ട് ചെയ്യാം. മാന്തയൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങള്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. ഞാനെന്ത് സത്യമാശ നിൽക്കുന്ന അമ്മച്ചി മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ചോക്കാനാ? അവരെ കാര്യം ഉറപ്പൊന്നുമില്ല, അവര് വരുമോന്നൊന്നും. വലയിട്ടൊന്നും ഇല്ലാത്തോണ്ട് വേറെ കുഴപ്പമില്ല, പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മെല്ലെ ഇരുന്നിട്ട് എടുക്കാം. മെല്ലെ ഇരുന്ന് എടുക്കാം. അതുകൊണ്ട് എന്തായി ആവോ ഇന്നെങ്ങാനും 100 റുപ്യന്റെ ഒന്നും കെട്ടണ്ടച്ചാ. കുറച്ച് വെള്ളം ആയാലും കുഴപ്പമില്ല. കഴുകളയാ. അഞ്ചിലുണ്ടാ? വെള്ളം ഒഴിച്ചിടാ രാത്രി. ഇപ്പൊ തന്നെ വെള്ളം ഒഴിച്ചിടാ. തൂക്കുന്നത് എടാ, തൂക്കുന്നാണ്ടാ. 10 പൈസ ഇല്ല, തൂക്കേട്ടൊന്നും കാര്യമില്ല. 5 അത് എന്തായാലും 6 ഇപ്പൊ എന്തായാലും അച്ഛൻ പറഞ്ഞത് 5 മേടിച്ചോന്നു. വണ്ടിയുടെ പെട്ടി അത് നിലത്ത് വെക്കാം നമുക്ക്. ശരിയേ, വിളക്കെടുത്ത് വെച്ചിട്ടില്ല. നോക്കാം. ഞാൻ പോയേ. അച്ഛൻ പോകുന്ന അച്ഛനെ കാണുന്നില്ല, ഇരുട്ടാണ്. കത്ത് വഹിക്കുന്നുണ്ട് വണ്ടി തെളിച്ചവ. എന്നാ ഓക്കെ അച്ഛാ, അവരോട് പറഞ്ഞേട്ടാ, അവര് വരുമ്പോ. ശരി. അങ്ങനെ ഞങ്ങൾ പോകുന്നു. അച്ഛനിടത്തൊക്കെ തന്നിട്ടുണ്ട് നാളത്തെ പാവം. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇളമ്പക്ക ഉലത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കണമെന്ന് പിടിക്കണമെന്ന് കാണിച്ചിട്ടില്ല. കാരണം എന്തിനാണ് വെറുതെ, ഇതെൻ്റെ കട്ട് പ്രാന്താവൂലേ. അപ്പോൾ മാന്തക്കറിയും പിന്നെ ഇളമ്പക്ക കൊലത്തിയതും പിന്നെ ഇളമ്പക്ക വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പം ഞാൻ അടിച്ചിട്ട് വേണം. നന്ദുവിന് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. മറ്റന്നാളാണ് നന്ദു ടൂർ പോകുന്നത്. അപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോണതിന് ചോറ് തിന്നും വയറച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇളമ്പക്ക കൊലത്തൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ.
ടേസ്റ്റ് സാധനമാണല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ ഇതിനെ വെല്ലാനൊന്നും ഇല്ല കേട്ടാ. അയ്യാ മോനെ, ഇന്നെനിക്ക് മാന്തക്കറി കേട്ടാ. അതാ മാന്ത കറിയായിട്ടുണ്ട്. പിന്നെ ഇളമ്പക്ക വെള്ളവും ഇവിടെ ഞാൻ പച്ചമുളകൊക്കെ ഇട്ട് ഉടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും മുബീനയും കൂടിയാണ് കേട്ടോ മീറ്റിങ്ങിനൊക്കെ പോയത്. മുബീനേൻ്റെ മോനും സ്കൂളിൽ തന്നെ പഠിക്കുന്ന കേട്ടോ. ഇനിയിപ്പം നേരെ നാറാത്തേക്കൊരു പോക്കുണ്ട്. ഞാനിപ്പോൾ ഈ വ്ളോഗിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മളെ അയൽവക്കത്തോട്ട് ഇങ്ങനെ നടക്കുകയാണ്, മുബീനേൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ പോകേണ്ടത് നാറാത്തേക്കാണ്. അപ്പോൾ ചോദിക്കും നാറാത്തേക്ക് തന്നെയല്ലേ എപ്പോഴും പോകണമെന്ന്. പിന്നെ അതെന്ന് വെച്ചാൽ നാറാത്തേക്ക് എൻ്റെ വീട് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ അമ്പലമുണ്ട്. അമ്പലത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അതും എല്ലാം പിന്നെ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അവിടെ മീറ്റിംഗ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ബാക്കിലൊക്കെ എന്തൊക്കെയോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, എനിക്ക് വേറൊരു ആവശ്യവും കൂടി ഉണ്ട്. ഒരു നമ്മളെ അച്ചാമ്മേൻ്റെ ഒരു ആവശ്യവും കൂടി ഉണ്ട്. അപ്പോൾ അതും ഒക്കെ നാറാത്ത് തന്നെയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നാറാത്തേക്ക് പോകണം. ഒപ്പം വീട്ടിൽ വന്ന് അവിടെ എന്തായാലും കയറുന്നല്ലോ. അപ്പോൾ മീറ്റിങ്ങിന് പങ്കെടുക്കുമ്പോൾ ആ ഒരു കുറച്ച് സമയം അവിടെ വീട്ടിലൊന്ന് ഞാൻ കുറച്ച് നേരം കയറും. അപ്പം ഞാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും അനുസരിക്കില്ല എന്ന് നോക്കാൻ അറിയാം. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വീട്ടിലേക്ക് തന്നഴക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കേട്ടാ. ഹൈകൾക്കുള്ളിൽ കൂടി കാണുന്നില്ലതാ, എന്തൊക്കെയോ ഉണ്ട് വീട്ടിലേക്കുള്ളതാണ്. അപ്പം ഇതിൽ എനിക്കില്ലല്ലോ, ഇതിലൊന്നും എനിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയാണ് കട്ട്ലൈറ്റ്, പിന്നെ കായട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതെ വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതവിടെ കൊടുക്കണം, എത്തിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞേക്കാണ്. അതുകൊണ്ട് എന്തായാലും കൊടുത്തേക്കാം. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇതവിടെ കൊടുക്കുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. നിനക്ക് നിൻ്റെ പ്രിയപ്പെട്ട സാധനമായിരിക്കും, ഇളമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. ഇനി അവരെടുത്ത് കശാപ്പ് ചെയ്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇളമ്പൊക്കെയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ചേച്ചിയുടെ അടുത്തോട്ട് എത്തിയിരിക്കുന്നു. അതാ നമ്മള് കൊടുത്തിട്ട് നമ്മളോട് തന്നെ സെയിലാക്കുന്നു. ആ അതും അറവ്. അതന്നെ തന്നോൻ തന്നെ വന്ന് ചെമ്മീൻ ചോദിക്കുന്നു. അതും 100 ഗ്രാം ചെമ്മീൻ ഉണ്ടാ എന്നൊക്കെ. എത്ര പൈസന്ന് അല്ലേ? നിങ്ങൾക്കില്ലേ പരിപാടിയില്ലേ? വരുന്നില്ലേ വെച്ചാ എന്നാപ്പാ എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടേട്ടാ. ഇവിടെ ആരും ഇല്ല കേട്ടാ. അപ്പം ഇതാ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ആവശ്യമുള്ളതുകൊണ്ട് അപ്പുറം പോയിട്ടാ ഉള്ളേ. അപ്പം ഇനിയിപ്പോൾ നികിയൊക്കെ വരണം അത്രേ. അപ്പം ആദ്യം ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. എന്തെങ്കിലും ചെയ്യും. പച്ചമുന്തിരി ഇട്ട് അടിപൊളി. അതാ ഒട്ടിക്കട്ടെ, ആവശ്യമുണ്ട്. ചെറുനാരങ്ങ ഉണ്ടാത്രേ. എനിക്കൊരു സാധനം പരത്തി കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന്. ഇതിപ്പോൾ ശൂന്യമായിട്ട് കിടക്കേണ്ടതാ. ഇതാണ് സാധനം. ഇത് മിഞ്ഞാന്ന് ഞാൻ ഷോർട്സ് കണ്ടപ്പോൾ ഇവർ പേരക്ക ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് ഷോർട്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ വായിൽ വെള്ളം വന്നു. കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കറക്റ്റ് തീർന്നിട്ടില്ല, എനിക്കായിട്ടിരിക്കുന്നു കണ്ട. ഇതാണ് നമ്മൾ എത്ര ആഗ്രഹിച്ചെന്ന് പറയാം. അങ്ങനെ അത് കിട്ടി. കൊള്ളാം. എനിക്ക് ഇതൊക്കെ പറക്കി ഞാൻ തിന്നിട്ട് പോവേടി. അവളൊന്നും ഇല്ലടാ. തുറക്കട്ടെ. ഇന്ന് ഞാനാ തുറക്കുന്നത്. നിങ്ങൾ വണ്ടി മാറ്റിയിട്ടില്ല, അതെന്റെ പ്രശ്നമല്ല. ഇതാണിത് മറ്റേ ആരോ ഇവിടെ വന്ന പോലെ മറ്റേ എന്തോ മോഹൻലാലിന്റെ നമ്പർ എന്താ, മോഹൻലാലിന്റെ ഡയലോഗ് ഏതായിരുന്നു? ഇതാരിത്? കാവിലെ ഭഗവതി വന്ന എഴുന്നള്ളി വന്നതോ എന്താ പറഞ്ഞത്? കാവിലെ ഭഗവതിയല്ലല്ലോ, നേരിട്ടിറങ്ങിയത്. ഇതേ അളിഞ്ഞ സാധനം. ഇത് മാറിക്ക, അങ്ങോട്ട് മാറിക്കും. ഇതിനെ കാണിക്കട്ടെ. കാവിലെ മറ്റേ 6-ാം നമ്പര് മാറ്റൊന്നും വേണ്ട. എങ്ങനെ പോയി ഒരുപാട് സാധനം തന്നു വിട്ടിട്ടുണ്ട്. പൊരിക്കേണ്ടതാണത്. പൊരിച്ച് കട്ട്ലൈറ്റും മറ്റേന്നാണ് ഉന്നക്കായിന്റെ ഒക്കെയാണ് തന്നേക്കണത്. അത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാവുള്ളേ. മുബിനാ നിനക്കാണത്, വേറെ ആയിരിക്കും പോവില്ലാന്ന്. എന്തെന്ന്? ഓ ഇത് കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് 2 അതൊക്കെ ഞങ്ങൾ തിന്ന് പേരക്കേക്ക അല്ല. ഇതിനി പൊരിക്കേ വേണ്ട. പൊരിച്ചങ്ങട് അടിച്ചോ.
എന്നോട് പറഞ്ഞു എനിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാനിനി പൊരിക്കണ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടിച്ചതാ. ഇത് കായിടെ കേട്ടാ, ഇതും പൊരിക്കാണ്. നിങ്ങൾ അഥവാ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവള് ഇങ്ങനെ തന്നയച്ചത്. ഇനി അഥവാ പൊരിച്ചൊക്കെ തന്നിന് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോണ്ട. ഇതാകുമ്പോ ആവശ്യത്തിന് പൊരിച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, സന്തോഷായില്ലേ? വീണ്ടും വീണ്ടും ശരി. ഇളമ്പൊക്കെ കൊണ്ടുപോയി മുബീനൊക്കെ കൊടുത്തേട്ടാ. അത് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു ഇനി എങ്ങാനും നിങ്ങൾ കശാപ്പ് ചെയ്തോന്ന് പറയാൻ കഴിയില്ല. അത് വെള്ളം കളഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം. മുബീനെ പാത്രം കൊടുക്കാൻ പറഞ്ഞു. അത് ഒഴിവാക്കി അവിടെ. അത് തന്നെ, അതുകൊണ്ട് പാത്രം തന്നെ. ഒരു വേട്ടക്കാരൻ, നമ്മ സൗണ്ട് ഇറക്കുമ്പോ ഒരു വേട്ടക്കാരൻ കാട്ടില് വേട്ടയ്ക്ക് പോയി. അപ്പൊ ഒരു ആനനെ വെടിവെച്ച്. വെടി കൊണ്ടത് തത്തമ്മക്ക്. എന്തുകൊണ്ടായിരിക്കും? വേട്ടക്കാരൻ കാട്ടില് വേട്ടക്ക് പോയി. കുസൃതി ചോദ്യല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. കുസൃതിയായിട്ട് തോന്നണെങ്കിൽ കുസൃതി. കൊണ്ടത് തത്തമ്മക്ക്. എന്തുകൊണ്ട്? തോക്കുകൊണ്ട്. ഇല്ല, ഇത് ചോദ്യം അങ്ങനെയല്ലേ? എന്തുകൊണ്ട് എന്നല്ലേ? വെടിവെച്ച് കൊണ്ടത് തത്തമ്മക്ക്. തത്തമ്മക്ക് വെടിയുണ്ട്. കൊണ്ടത് തത്തമ്മക്ക് എന്തുകൊണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. തത്തമ്മക്ക് വെടിയുണ്ട്. അതിനെന്താ കുഴപ്പം? എന്താ? അതുകൊണ്ടാണ് തത്തമ്മക്ക് വെടികൊണ്ടത്. തോക്കൊണ്ട് അല്ല, അത് ആനയുടെ പേര് തത്തമ്മ എന്നായിരുന്നു. ആനയുടെ പേര് തത്തമ്മ. തത്തമ്മ ആനക്കെന്താ പേരിട്ടൂടെ? തമ്പക്ക എടുക്കണ്ടമ്മ, എടുക്ക്. പോട്ടെ, ഞങ്ങ 4 മണിയാവാനായി. അങ്ങനെ പൊരിക്കാനുള്ള പരിപാടിയാണ്. പൊരിച്ചോള്. പൊരിച്ചും കൂടി ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് കഴിക്കായിരുന്നു. ആ നോക്കിക്കോ, നിന്റെ നോക്കിയാ തന്നെ നോക്കണ്ട. കട്ടൻ ചായ അടുത്ത ചടങ്ങ്. നാത്തും കൈ മുക്കുന്നു. ദുർഗ റെഡിയാണ് കൈ മുക്കുത്താൻ. പൊട്ടിച്ച് ടൂർ പോണ്ട പാക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാണ്. ഇവിടെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടാ? വല്ലത് അവനവന്റെ സാധനം എന്താ ഈ ജാക്കറ്റെല്ലാം കാണാണ്ട് പോയ അമ്മാവ വെച്ചേക്കൂല. അമ്മാവടതാന്ന്. പിന്നെ അവനവന്റെ സാധനം ഊരിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണോന്ന് മടക്കി വെക്കണം. മനസ്സിലായാ? നീ ഇങ്ങനെ ആടിക്കൊണ്ട് കണ്ട് മനസ്സിലാവുന്നുണ്ടാ? അപ്പുറത്തുനിന്ന് അയൽവക്കത്തുനിന്ന് ഒരുത്തം പോകുന്നുണ്ട്. അവനോട് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് വെച്ചാൽ അവനും ബോധമില്ല പോലും. അവനൊന്നും തലേ കയറുന്നില്ല പോലും. നല്ലത് ഇപ്പൊ മനസ്സിലായി. ഇത് നൈറ്റ്, ഇത് രാത്രി ഇടേണ്ടത്. അമ്മോപ്പ് ഇതെല്ലാം കൂടി 1.5 പാടാക്കുമെന്ന് അറിയില്ല. ഇതെല്ലാം ഒരു ടൂറ് പോകുന്ന വേറൊന്നല്ല. നീ എന്താ വേണ്ടെന്ന് വെച്ചാല് നീ ഇന്റെ സാധനം നീ വളരെ സൂക്ഷിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ടൂർ പോയാലും നീ കേട്ടില്ല. നിന്റെ പാന്റ് വേറെ സ്ഥലത്ത്, നിന്റെ ഷർട്ട് വേറെ. കഴിഞ്ഞ പ്രാവശ്യം വിസ്മയ പോയപ്പോ എന്തുണ്ടായെന്നു പറ. നീ എന്തുണ്ടായേ? ഇവിടെ ഷർട്ട് ബട്ടൺസ് കൂടുന്നില്ല. ചെറുതിന്റെ അതേ അവസ്ഥയാവരുതാ. ഇതിനകത്ത് സോപ്പ്, പേസ്റ്റ്, ബ്രഷ് ഇപ്പൊ നാളെ തേച്ചിട്ടാകുമ്പോ ഇതിനകത്ത് എടുത്ത് വെക്കാം. തോർത്ത് ഇതെല്ലാം ഈ സഞ്ചി തന്നെ ഒരു സഞ്ചി കൂടി നീ കൊടുക്കും. ഒരു എക്സ്ട്രാ സഞ്ചിയാ. എന്താ അറിയോ, ഇതിൽ തന്നെ നീ പേസ്റ്റ് ഇത് നടക്കൂല. ഒന്നിക്കാ വലുതായി കൊടുക്കും. അല്ലെങ്കിൽ വേറൊരു സഞ്ചി കൂടി വെച്ചു. ഇത് നൈറ്റ് ഡ്രസ്, പിന്നെ ഒന്ന് ഇത് കേട്ടാ. ഇതെല്ലാം ഞങ്ങൾക്ക് വെക്കുന്നുണ്ട്. അമ്മൂപ്പ ഇതെല്ലാം ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് കണ്ടാ പോരെ? കണ്ടാ മതി. എന്ത് വന്നിട്ടില്ലെങ്കിൽ ഇതാ ഈ സാധനം ഉണ്ടല്ലോ. ഈ സാധനം അമ്മാവിടെ ഈ സാധനം വെത്തിക്കോളാം. ഈ മങ്കി തൊപ്പി കേട്ടല്ലോ. ഇത് കേട്ടാ, ഇത് ഇവിടെ ഇടുന്നുണ്ട്. ഊട്ടിയിൽ തണുപ്പില്ലാന്നെല്ലാം പറയുന്നുണ്ട്. ചൂടാവൂല്ലോ. നീ വലിയ പ്രതീക്ഷ പോണ്ട. നീ എക്സ്ട്രാ ഒരു ബനിയൻ വെക്കണം വെച്ചാ. എക്സ്ട്രാ ബനിയാൻ വെച്ചിട്ടുണ്ട്. നാളെ ഇട്ടിട്ട് പോണതും എക്സ്ട്രാ ഒരു ബനിയാനുണ്ട്. ഒരു പാന്റ് നൈറ്റ് ഇടേണ്ടത് അതും ഉണ്ട്. പിന്നെ ഇനി യൂണിഫോമേ വെക്കണ്ടു. യൂണിഫോമും പിന്നെ ഇന്നറൊക്കെ അതിനകത്ത് വെക്കണ്ടു. പിന്നെ വീട്ടിലെടുക്കാൻ നമുക്ക് ജാഗ്രത എന്താണാവോ. ഇതെല്ലാം പാത്രങ്ങളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നാളെ കൊണ്ടുപോകേണ്ടത് ലോങ്ങാണ്. ഇത് ഇതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമുക്ക് ബ്രെഡും ജാമും, പിന്നെ ഇതിൽ നമുക്ക് കുബൂസും മറ്റേ ചിക്കൻ്റെ ഒക്കെ ഒരു വൈകുന്നേരത്തെ ഭക്ഷണം,
ഈവനിങ് സ്നാക്സ്. പിന്നെ കുറയ്ക്കാൻ എന്താ വലിയ ചെലവാ പറഞ്ഞ പോലെ, വലിയ ചെലവാന്ന്. ഇത് നമ്മളെ ഒരു ഫാമിലി മൊത്തത്തിൽ പോയിട്ട് നമുക്ക് ഇത്രയും പൈസ ആവില്ല. നമ്മളെയൊന്നും പണ്ട് ആരും കൊണ്ടുപോകാനുമില്ല, അയക്കാനും ആളില്ല. പോയി എപ്പോന്നറിയോ, 2ലോ 3 പഠിക്കുമ്പോ എന്നിട്ട് കണ്ണൂര് അമർ സർക്കസ് കാണി. അപ്പുറത്തെ സുദേശിന്റെ മോന്റെ മറ്റേ വാട്ടർ ബോട്ടലിൽ ഇട്ടിട്ട് കഴുത്തിലിട്ട് ട്രൗസർ ഇട്ടിട്ട് പോയി. അതിന് അത് മാത്രം ഓർമ്മയുണ്ട്. അതെന്നെ ജീവിതത്തിൽ സ്കൂളിൽ ടൂർ പോയി. മനസ്സിലായോ? കീറിയിട്ടില്ല, വള്ളിക്കളസം കീറിയിട്ടില്ല. ഫ്ലാസ്ക് അപ്പുറന്ന് വാങ്ങിട്ട് പോയത്. അല്ല എന്നെയൊന്നും പിന്നെ നമ്മ പിന്നെ പെൺപിള്ളേരല്ലേ അഴക്കൂല, പെൺപിള്ളേരെ അഴക്കൂല എന്നുള്ളൊരു നമ്മള്. ഇവർക്കിപ്പോ കൊല്ലത്തില് 2 ടൂർ. ഇവർക്ക് ഇപ്പൊ കൊല്ലത്തില് 3 ടൂറ്. പിന്നെ അത് മാത്രല്ല, പിന്നെ ചേട്ട കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായിരുന്നു അവര് കൊല്ലം. അതിന് എന്റെ പൊന്നെ കയ്യും കാലം, അമ്മന്റെ അച്ഛന്റെ കയ്യും കാലം പിടിച്ച് ഞാൻ ചേട്ടൻ നടക്കും. 30 50 എത്ര വന്നു നമ്മളെ ടൂറല്ല, ഇവിടെ കണ്ണൂര് അമർ സർക്കസ് ആണ്. അതെനിക്കിപ്പോ അമർ സർക്കസ് അമര സർക്കസ് ഒന്നൊരു സർക്കസ്. എന്തായാലും ബിസ്ക്കറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. മതിയല്ലോ, തിന്നാൻ പോണതല്ല നിങ്ങള്, വെറുതെ തിന്നലല്ലല്ല, ടൂറൊന്നല്ലേ. പിന്നെ അവരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരുമല്ലോ ഭക്ഷണമൊക്കെ, അതൊക്കെ മതി മതി. നമ്മളെ മറ്റേ വീഡിയോ പറയല്ലേ, എന്നാല് മറ്റേ വീഡിയോ എടുത്തേ ഊട്ടി പോയി എന്തുകൊണ്ട് കാണാനാ അവനെ ഊട്ടിയിൽ പോണോന്ന് ടൂർ പോണെന്ന്. എന്നീ മുഖങ്ങളെ 2 മുഖങ്ങളിലാണ് ഞാൻ മറ്റുള്ള പോയ ആൾക്കാരെ മുഖം കാട്ടിയത്. മരമോന്ത 2 മരമോന്തല്ലേ കാണുന്നത്. നാട്ടിൽ പോയി അവര് കുറെ മറ്റുള്ളവരെ കാട്ടിയത്. നല്ല കോമഡി. അതേപോലെ എന്നും ഈ 2 മരമോന്തയിലെ കാണുന്നു. ഇനി ഞാൻ ഊട്ടി പോയിട്ട് വേറെ എന്തെങ്കിലും മോന്ത കാണട്ടെ. അതേപോലെ നീ ചുളൂരി പോയി മോന്തയിലും കണ്ടിട്ട് വാ. ഇവർക്ക് നെഞ്ഞമെന്ന് അടിക്കുന്നുണ്ട്. നെഞ്ഞം നോക്കട്ടെ. അല്ല അല്ല ആകാംക്ഷ ഉണ്ടാവും ഒരു നെഞ്ഞമേല. സാരി അപ്പുറത്തുനിന്ന് സാരി പറഞ്ഞല്ലോ, ഒന്നും തിരിയുന്നില്ലാന്ന്. ഞാൻ ചോദിച്ചു എന്താണ് ഇതൊക്കെ, ഒന്നും തിരിയുന്നില്ല, ദുബായി പോണ പോലെ ഉണ്ട്. അവന്റെ ഉമ്മ അവിടെ എന്തൊക്കെ ആക്കുന്നു, ഇവനൊന്നും തിരിയുന്നില്ല. അപ്പൊ എന്തായാലും നാളത്തെ ടൂറൊക്കെ കണ്ടിട്ട് വരാല്ലേ. അപ്പൊ രാവിലെ നാളെ ഉച്ചക്ക് ഇവരെ കൊണ്ടുവന്ന് സ്കൂളിലാക്കണം. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ എന്തായാലും ഒരു ടെൻഷൻ, ഒരു അല്ലേ, അതൊരു മാല മേടിച്ച് മാല തന്നെ ഇടാപ്പൊ തൽക്കാലം നാളെ അഡ്ജസ്റ്റ് ചെയ്യാം. 50 ഉണ്ട്. ഞാൻ എത്രയാണ് 50 രൂപ. അയ്യടെ 50 ഉണ്ട് പോലും. ഇപ്പൊ പോക്കറ്റ് മണി വേണ്ടേ, എന്തൊക്കെ കൊടുത്തു വിടണം. പോക്കറ്റ് മണി ഇപ്പൊ എത്ര കൊടുക്കുന്നത്? വേറൊന്നല്ല, അമ്മാവ 500 കൊടുക്കണം പറഞ്ഞിട്ട് ഏൽപ്പിച്ചേക്കാണ്. അമ്മാവൻ പറഞ്ഞ 500 കൊടുക്കണം എന്നാണ് പോകുമ്പോ. അങ്ങനെ 500 തന്നിട്ടുണ്ട്, അമ്മാവൻ 500 കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഫുള്ള് സ്പോൺസറാണ്. ഈ വീഡിയോയിൽ എല്ലാവരും കണ്ടല്ല. 500 അമ്മാവ 500 അമ്മാവ. അതെ, എല്ലാരും 500 അമ്മായി പറഞ്ഞ 500 തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാരും ഞാൻ 2 ടീമിനോട് പറഞ്ഞു, എടാ ഒന്ന് മറ്റേ വിഷ്വൽ ചെയ്യണം, നന്ദുവാപ്പ ടൂർ പോകുന്നുണ്ട്. അപ്പൊ മോളൂട്ടി എന്താ പറഞ്ഞ അറിയോ, അവള് ടൂർ പോയി കഴിഞ്ഞ പ്രാവശ്യം ടൂർ പോയാൽ നീ ഒന്ന് വിഷ്വൽ ചെയ്തിട്ടില്ല. അത് നീ ഇത് ആശംസ അറിയിച്ചിട്ടില്ല പോലും. സീരിയൽ നോക്കപ്പാ, കേറ് കേറ് കേറി കേറി വിട്ടാ വിട്ടാ വിടുന്നില്ലേ. എടാ എല്ലാരും യൂണിഫോമാ? ഇല്ല അല്ലേ? മുബീന നിക്കണോക്കി, നീ നേരത്തെ വന്ന് പോസ്റ്റ് ആയ ഇവിടെ. ഓ എന്ത് തിരക്കായിരുന്നു നിനക്ക് വരാൻ വേണ്ടിട്ട്. അങ്ങനെ നന്ദു ആരും ഇല്ലല്ലോ, 1 മണിന്നെല്ലാം പറഞ്ഞ ആരും കാണുന്നില്ലല്ലോ. ആയി പറഞ്ഞേ. എപ്പ ഇങ്ങനെ വന്ന് കാവലടക്കലാണല്ലോ ഇപ്പൊ നമ്മള്. ഒരുത്തെന്താ ഇവനിങ്ങനെ എടയൊക്കെ ഒന്ന് നിക്ക്. എത്ര ദിവസമായി നൃത്തം കിട്ടാത്ത. നോക്കണം കൂടിയില്ല. ബാഗ് നന്ദപ്പൻ ഒരു തന്നെ. ഓക്കെ
കാര്യം ടൂറാക്കാനൊക്കെ അവ്യപ്പൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണെങ്കിലുണ്ടല്ലോ അച്ഛനും മോനെ കാണാതിരിക്കൽ കുറച്ച് പ്രയാസമാണ് കേട്ടോ. സംഭവം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. എന്നാലും അവ്യപ്പം ആ വീണ്ടും നന്ദിനെ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചൂടാക്കുന്നുണ്ട്. ഇത് നമ്മളെ ടീച്ചറായിട്ടാണ്. എം ഇ ടീച്ചർ എല്ലാ വർഷവും പോണതാണ്. ഈ വർഷം എന്തായാലും ടീച്ചർ ലീവാണ്. നീ എവിടെയാ പോകുന്നേന്ന് ഊട്ടിയിൽ. ഈ ബസ്സിനെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് എടുത്തേക്കണത് എൻ്റെ നന്ദുവിന് കാണാൻ വേണ്ടി മാത്രം കേട്ടോ. അവനിതാ ഇതുപോലെ ഒന്ന് കാണണം, അതിന് വേണ്ടിയിട്ട് എടുത്തതാ. വണ്ടി സ്റ്റാർട്ടാക്കി വിടാൻ പോകുന്ന നേരത്താണ് മൂത്രയ്ക്കാൻ പോകും. ഇത് ഒരാൾക്ക് മുട്ടാവും, ഒരാൾക്ക് മുട്ടി നോക്കുമ്പോ അടുത്താക്കും മുട്ടി, പിന്നെ നോക്കുമ്പോ പരക്കം മുട്ടി. ഇപ്പൊ എല്ലാം മൂത്രയ്ക്കാൻ പോയിട്ടുള്ള. ഓക്കെ ഓ ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മളെ ടീം ഇതാ പുറപ്പെട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവരെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ചൊക്കെ വരട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങളും വീട്ടിലേക്ക് പോകുന്നു.